നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇഷ്ടമല്ലേ? മറ്റുള്ളവരെ നോക്കുമ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് തോന്നാറുണ്ടോ? എങ്കിൽ ഈ കഥ അവസാനം വരെ കേൾക്കണം. കാരണം ഇത് ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു സത്യം ഉള്ള കഥയാണ്. അപ്പോൾ നേരെ കഥയിലേക്ക് കടക്കാം. ഒരിക്കലൊരു കാക്കയുണ്ടായിരുന്നു. പക്ഷേ കാക്കയ്ക്ക് തൻ്റെ ജീവിതം ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഒരു ദിവസം മനക്കുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് അവൻ പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോഴാണ് മരത്തിൻ്റെ ചുവട്ടിലിരുന്ന സന്യാസി മുകളിലേക്ക് നോക്കി. എന്തിനാണ് നീ കരയുന്നത്? കാക്ക കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ ജീവിതം എനിക്ക് തന്നെ വെറുപ്പാണ്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ആളുകൾ എന്നെ കണ്ടാൽ ആട്ടി ഓടിക്കുന്നു. എനിക്ക് ഭക്ഷണം പോലും തരുന്നില്ല. ഇങ്ങനെയൊരു ജീവിതം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. സന്യാസിക്ക് കാക്കയോട് സഹതാപം തോന്നി. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ നിനക്ക് എന്താകാനാണ് ആഗ്രഹം? കാക്ക ഉടൻ മറുപടി പറഞ്ഞു, എന്നെ ഒരു അരയന്നമാക്കി മാറ്റണം. എന്തുകൊണ്ട് ആണ് നീ അരയന്നത്തിനെ തിരഞ്ഞെടുത്തത്? അരയന്നത്തിനെ നോക്കൂ, എത്ര വെളുപ്പാണ്, എത്ര സുന്ദരിയാണ്. എല്ലാവരും അതിനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ അരയന്നമായാൽ എനിക്കും സന്തോഷമായി ജീവിക്കാം. സന്യാസി പുഞ്ചിരിച്ചു. ശരി, നീ ആദ്യം ഒരു അരയന്നത്തിനെ കണ്ടിട്ട് അത് അതിൻ്റെ ജീവിതത്തിൽ സന്തുഷ്ടനാണോ എന്ന് ചോദിച്ചു വരണം. കാക്ക ഉടനെ അരയന്നത്തെ തേടി പറന്നു. ഒടുവിൽ ഒരു കുളത്തിൽ നീന്തിക്കൊണ്ടിരുന്ന അരയന്നത്തെ കണ്ടു. കാക്ക പറഞ്ഞു, നീ എത്ര ഭാഗ്യവതിയാണ്, എത്ര മനോഹരമായ വെളുത്ത നിറം. എല്ലാവർക്കും നിന്നെ വളരെ ഇഷ്ടമാണ്. നീ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ പക്ഷി. അരയന്നം ഒരു ദീർഘനിശ്വാസം വിട്ടു. അല്ല സുഹൃത്തെ, ഞാൻ സന്തുഷ്ടനല്ല. കാക്ക ഞെട്ടി. എന്തുകൊണ്ട്? അരയന്നം പറഞ്ഞു, ഈ ലോകത്ത് എത്രത്തോളം നിറങ്ങളുണ്ട്, പല നിറങ്ങൾ. പക്ഷേ എനിക്ക് മാത്രം ഈ വെള്ളയാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു പല വർണ്ണങ്ങളുള്ള തത്തയില്ലേ, അതായിരിക്കും ഏറ്റവും സന്തുഷ്ടനായ പക്ഷി. അവന് എത്ര നിറങ്ങളാണ്. കാക്ക ഉടൻ തന്നെ തത്തയെ തേടി പറന്നു. തത്തയെ കണ്ടപ്പോൾ കാക്ക പറഞ്ഞു, നീ എത്ര സുന്ദരനാണ്, ഇത്രയും നിറങ്ങൾ, എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാകും. നീയല്ലേ ഏറ്റവും സന്തുഷ്ടൻ? തത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനോ? ആളുകൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ അതിൻ്റെ പേരിൽ തന്നെ ഞങ്ങളെ കൂട്ടിലടയ്ക്കുകയും ചെയ്യുന്നു. എപ്പോഴാണ് മറ്റുള്ളവർ ഞങ്ങളെ പിടിക്കുന്നത് എന്ന പേടിയിലാണ് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എനിക്ക് തോന്നുന്നത് മയിലായിരിക്കണം ഏറ്റവും സന്തുഷ്ടനായ പക്ഷി എന്നാണ്. അവനല്ലേ യഥാർത്ഥ സൗന്ദര്യം. അപ്പോൾ കാക്കയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത വന്നു. അപ്പോൾ മയിലായാൽ ജീവിതം അടിപൊളിയാകും. അങ്ങനെ അവൻ മയിലിനെ തേടി പറന്നു. ഒടുവിൽ ഒരു മൃഗശാലയിൽ അവനൊരു മയിലിനെ കണ്ടു. മയിലിനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ അവിടെ കൂടിയിരുന്നു. കാക്ക അത്ഭുതത്തോടെ പറഞ്ഞു, മയിലെ, നീ എത്ര സുന്ദരനാണ്. ആയിരക്കണക്കിന് ആളുകളാണ് നിന്നെ കാണാൻ വരുന്നത്. എന്നെ കണ്ടാൽ ആളുകൾ ആട്ടി ഓടിക്കും. നീ ആയിരിക്കണം ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ പക്ഷി. മയിൽ പതുക്കെ തല താഴ്ത്തി. പിന്നെ പറഞ്ഞു, അങ്ങനെ ഞാനും ഒരിക്കൽ കരുതിയിരുന്നു. കാക്കയുടെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയാണ്. അതെ, നീ തന്നെ. നിന്നെ ആരും കൂട്ടിലടച്ചിട്ടില്ല. നിന്നെ പിടിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാം, ഇഷ്ടമുള്ളിടത്തിരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം തിന്നാം. ഞാൻ കുറച്ച് ദിവസങ്ങളായി ഒരു കാര്യം ചിന്തിക്കുകയായിരുന്നു. ഞാനൊരു കാക്കയായിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ സ്വതന്ത്രമായി ജീവിക്കാമായിരുന്നു. ആ വാക്കുകൾ കേട്ട് കാക്കയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ ഇത്തവണ അത് ദുഃഖത്തിന്റെ കണ്ണുനീരായിരുന്നില്ല, അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. അവൻ സന്യാസിയുടെ അടുത്തേക്ക് തിരിച്ചെത്തി. സന്യാസി ചോദിച്ചു, അപ്പോൾ നീ എന്താകാൻ ആഗ്രഹിക്കുന്നു? കാക്ക പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും ആകേണ്ട, എനിക്ക് കാക്കയായാൽ മതി. ഇത്രയും നാൾ ഞാൻ മറ്റുള്ളവരുടെ ജീവിതം നോക്കി എൻ്റെ ജീവിതത്തെ വെറുത്തു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നുള്ളത്. അരയന്നം തത്തയെ നോക്കി അസൂയപ്പെട്ടു. തത്ത മയിലിനെ നോക്കി, മയിൽ കാക്കയെ നോക്കി. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കി അവരുടെ ജീവിതമാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ മറ്റൊരാൾ സ്വപ്നം കാണുന്നുണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തൂ. നിങ്ങൾക്കില്ലാത്തതിലേക്ക് നോക്കി ദുഃഖിക്കാതെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനെ വിലമതിക്കാൻ പഠിക്കൂ. കാരണം സംതൃപ്തിയുള്ള മനുഷ്യനാണ് ലോകത്തിൽ ഏറ്റവും വലിയ സന്തുഷ്ടനായ മനുഷ്യൻ. നിങ്ങളായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുക. താരതമ്യം ചെയ്യാതെ ഇരിക്കുക. കാരണം മറ്റൊരാളാകാൻ നമ്മൾ ശ്രമിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മൾ നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. നമ്മുടെ സന്തോഷം കളയാതിരിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.